ഹലോ ഗായ്സ്, സുഖം മക്കളെല്ലാവർക്കും. ഇന്നത്തെ നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാം. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്പെഷ്യൽ ഒന്നുമല്ല, ചിക്കൻ. അപ്പൊ ചിക്കൻ വേണ്ടി നമുക്ക് ഇന്ന് കുട്ടുമക്കുട്ടു ചിക്കൻ ഉണ്ടാക്കാം. ഞാനിട്ടൊരു പേരായിട്ടോ കുട്ടുമക്കുട്ടു. അപ്പോൾ ഈ കുട്ടുമക്കുട്ടു ചിക്കൻ വേണ്ട സാധനങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന മഹാസംഭവങ്ങളാണ്. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. നമ്മൾ ഇഞ്ചി, വെള്ളുള്ളി, കറിവേപ്പില ഇത് മൂന്നും കൂടി ജിഞ്ചക ചതച്ച് വെക്കാം. പിന്നെ ഒരു ഇച്ചിരി കഷ്ണം ടൊമാറ്റോ ഫ്രിഡ്ജിൽ നോക്കി കാണില്ല, ഒരു ഇച്ചിരി കൂടെ കിട്ടി, അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി, ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാ കൊത്ത്, പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിയില. ഈ തേങ്ങാ കൊത്തുള്ള ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജിൽ വർഷങ്ങൾ കൊണ്ട് കിടക്കും. ഞാൻ വിചാരിച്ചു ഒരു മണിക്ക് ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് ആദ്യം ചിക്കനിൽ കുറച്ച് നമ്മുടെ ഈ ചതച്ച് വെച്ച ഐറ്റംസ് ഇല്ലേ, നമ്മുടെ ഇഞ്ചി, വെള്ളുള്ളി സാധനങ്ങളില്ല, നമ്മൾ ചിക്കൻ ഇത്ര ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആശുപത്രി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരുപാട് ഇടേണ്ട, കാരണം മൂപ്പിക്കുമ്പോൾ എന്തായാലും മുളക് പൊടി ഇടും. അവസാനം എരിഞ്ഞ് കൂടി കിടന്ന് തന്നെ കുറ്റം പറയുന്നത്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടാം, കുറഞ്ഞ് ഉയർത്തി കൂടി മസാലപ്പൊടി വളരെ കുറച്ച് മാത്രം ചേർക്കും. തടി കണക്കെന്ന് പറയാറുണ്ട്, ഞാൻ ഇവിടെ ചേർക്കുന്ന ഈ ഘടകം ചേർക്കുന്നു. പിന്നെ നമ്മൾ ചേർക്കുന്ന കുറച്ച് ഉപ്പേട്ടോ, ഒരുപാട് വാരിക്കുകളെല്ലാം അവസാനം ഉപ്പിച്ചിട്ട് ചേട്ടന്മാർ വന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയില്ല. അപ്പോൾ നമ്മൾ ഇത് മിക്സ് നന്നായിട്ട് ചിക്കനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാം. നന്നായിട്ട് നല്ല പ്രസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്തോ, മിക്സ് ചെയ്യുക. ഓക്കെ. ഇപ്പം ഞാൻ ഒരു പരുവത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എണീറ്റ് തന്നെ അടിക്കാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ഇത് സെറ്റാക്കണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് വയ്ക്കാം അല്ലേ? ഫ്രിഡ്ജിൽ വയ്ക്കണം, സോറി ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ നമ്മൾ 5 മിനിറ്റ് വെച്ചാൽ നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. இந்த ഫ്രീസറിൽ இப்படி അങ്ങ് വെക്കണം. കാരണം സൈഡിൽ മീൻ ഇരിക്കണം, இப்படி വെക്കണം. സോറി, ഒരു അടപ്പിന് എടുത്ത് അടിച്ച് വെക്കാൻ. ഓക്കെ. വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നത്. പോകുന്നത് കടുക് പൊട്ട് ഇത് ചിക്കൻ വേണോടാ. ഇതോ അതൊക്കെ കണ്ടു പൊട്ടിയതാ പാടിലൊക്കെ വീട്. ഞാൻ ചിക്കൻ കറിയുടെ ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ എല്ലാവർക്കും അറിയാലോ, ഞാനിപ്പോൾ പറയില്ല, ഞാൻ അത് ചേർക്കുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ മനസ്സിലായില്ല, ഇവിടെ ഡെക്കറേഷൻ ഒന്നുമില്ല. വിലുവ അല്ലേ മറന്നു പോയിരുന്നു. നമ്മൾ തേങ്ങ കവർ ചെയ്ത് ചിക്കൻ കറിയെ കുറിച്ചല്ല കേട്ടോ, അതിനിടയ്ക്ക് വേറെ സംസാരിക്കുന്നുണ്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന എല്ലാം നല്ലതായിട്ട് ചതച്ച് വെച്ചാൽ വിട്ടത് മൊത്തത്തിൽ പോലെ എല്ലാം നന്നായി മൂത്ത് വിടണം. അപ്പോൾ നമ്മൾ ഈ ബാക്കി ഇതിനായി ചേർക്കാൻ ഉള്ളിയാണ് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് സവാള അതിലേക്ക് ഇതാക്കും. ഇതിലേക്ക് കൂടി ഒഴിച്ച് ചെയ്യില്ല. ഓക്കെ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വെച്ച് 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വയ്ക്കും. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഉള്ള തക്കാളി ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. തക്കാളി ഇതിലേക്ക് കുഴപ്പമൊന്നും കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ഇത് വരട്ടെ, ഒരു കുറുപ്പ് വരട്ടെ പറഞ്ഞിട്ടൊന്ന് കേട്ടോ. കടലിൽ കായം കാഴ്ചയുള്ളൂ, അത്ര വലിയ കുറുപ്പം പറഞ്ഞു തോന്നുന്നു. ഇതിലേക്ക് അതിൽ ചിക്കനിൽ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുള്ളൂ. ചിക്കനിൽ ആവശ്യത്തിന് അധികം മഞ്ഞപ്പൊടി ഉണ്ട്. ഇതിൽ കുറച്ച് മതി, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി നമ്മുടെ ആവശ്യത്തിന് മേടിച്ചൊക്കെ ശരി തന്നെ പറഞ്ഞിട്ട് ആവശ്യമില്ലാണ്ട് തട്ടി കൊടുത്താൽ നമ്മൾ കളിപ്പായി പോകും. അപ്പോൾ ഇനി ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ ചട്ടിയെ കണ്ടിട്ട് നിങ്ങൾ വോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ മുളക് പൊടി ഒരു 2 സ്പൂണ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി മസാല ഇട്ട് കൊടുക്കുന്നില്ല, നമുക്ക് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇത് ഇങ്ങനെ മൂപ്പിക്കുക. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ മൂക്ക് വരുമ്പോഴത്തേക്കും മൂക്കിലൊക്കെ പറന്നടിച്ച് ചീറ്റും ഒക്കെ ഉണ്ടാവും. ആ മൂക്കളെ കൊണ്ടുവന്ന് ചിക്കൻ അടുത്ത് കൊണ്ടുവച്ച് ചീറ്റി കളയും. അങ്ങോട്ടും മാറ്റിക്കോളും. കുറച്ച് ചീര കൊടുത്താൽ അങ്ങനെ പോകും. അതാണ് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഇതാ നല്ല ചൂടായി വരുന്നത്. അവിടെ ഇരിക്കുന്നത് അവിടെ ചുമച്ചു തുടങ്ങി. അതാണ് സിഗ്നൽ. ശരി, സമയം വരാറില്ല, അടുത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കും വരും. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും. നമ്മുടെ മുളക് പൊടി ഇടുന്നത് നന്നായിട്ട് സിഗ്നലുകൾ തന്നെ തുടങ്ങി. മൂത്തൊക്കെ സിഗ്നലാണ് യോ നോക്കി. അവിടെ 2 പേരും കൂടെ സ്റ്റണ്ടായി. ഓക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തൊക്കെ ജീവിക്കും. അതുകൊണ്ട് ഞാൻ ഇത് നേരെ എടുത്ത് ഇതിലേക്ക് നന്നായിട്ട് ഞാൻ ഇളക്കി നമ്മൾ മറിച്ച് കൊടുക്കും. നമ്മൾ ഇളക്കി സെറ്റായി. നമ്മൾ മസാലപ്പൊടി ഇടുന്നില്ല കേട്ടോ ലാസ്റ്റ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫ്രീസറിൽ വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് ഫ്രീസർ. ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല നമുക്ക് നല്ല കളറായിട്ട് നല്ല ബ്രൗൺ കളർ മസാല ചിക്കൻ ചേർത്ത് കേട്ടോ. ചിക്കൻ ചേർത്ത് കൊടുത്തേക്ക് വെള്ളം ഒഴിച്ച് കളയത്. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. മസാല മിക്സ് ചെയ്യാം. നന്നായിട്ട് ചിക്കൻ കുറച്ച് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കരിഞ്ഞ കൊടുക്കും. മസാല നന്നായിട്ട് ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ എല്ലാ സ്ഥലത്തും മസാല ചിക്കൻ ബസ് വെച്ച് പോകേണ്ട സ്ഥിതി വരും. ചിക്കൻ കംപ്ലീറ്റായി. ഇനി നമ്മൾ വെച്ചാൽ കുറച്ച് മസാലപ്പൊടി ഉണ്ടല്ലോ, കുറച്ച് മസാലപ്പൊടിയുടെ മേളിലേക്ക് ഒന്ന് ഇതെടുക്കും. പിന്നെ ഈ മസാല ഇടുന്ന പാത്രം ഉണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിട്ട് ചൂട് വെള്ളം തിളപ്പിച്ചാൽ വെള്ളം മാത്രമേ ഒഴിക്കാവൂ. വേറെ വെള്ളം തിളപ്പിച്ചാൽ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ 4 സൈഡിനെ കുത്തി നടക്കുമ്പോൾ ഈ വെള്ളം അടിയിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവട്ടോ. എന്നിട്ട് ഇത് നമ്മൾ മൂടി വെച്ച് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പതുക്കെ പറഞ്ഞു തരാം. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തരാത്ത സാധനങ്ങളാണ് ഇനി ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടത് ആദ്യമായിട്ട് കാഷ്യൂനട്ട്, നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനകത്ത് കാഷ്യൂനട്ട് ഇടുക. ആ കാഷ്യൂനട്ട് ഒരു വിധം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളെ ഇതുണ്ടല്ലോ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി ഇടുക. ഉണക്കമുന്തിരി ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ നല്ല തേങ്ങ ഇടുക. തേങ്ങ ഇട്ടിട്ട് ഈ 3 സാധനങ്ങളും കൂടി നന്നായിട്ട് എന്ത് ചെയ്യണം, കടുകുവിറ എന്നുള്ള രീതിക്ക് മൂപ്പിച്ചെടുക്കുക. ഇത് അധികം കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ അധികം മൂക്കാൻ പാടില്ല. ഒരു പരുവത്തിന് എന്നാൽ ചെറിയൊരു കളറ് മാറുകയും വേണം, ഒരു ബ്രൗൺ കളറായി മാറുകയും വേണം. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. ഇതിൽ ആ ചിക്കനിലുണ്ടല്ലോ, എൻ്റെ വായിലിങ്ങനെ വെള്ളം ഊറുന്നുണ്ട്. ആ ചിക്കനിൽ നമ്മളിത് ചേർക്കുമ്പോൾ അതിൽ ഈ കാഷ്യൂനട്ടും ഈ മുന്തിരിങ്ങയും ഇതെല്ലാം കടിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഈ ചിക്കൻ കറി. ഞാനൊരു പേരിട്ടതാട്ടോ, കുട്ടുമ്മക്കുട്ടു ചിക്കൻ എന്ന്. ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറി തിളയ്ക്കുന്ന കേട്ടോ കണ്ടത്. അത് അധികം ഗ്രേവി ടൈപ്പ് അല്ലാത്ത ചിക്കൻ കറിയാണ് നമ്മുടേത്. ഞാനിട്ടൊരു പേരാണ് കുട്ടുമ്മക്കുട്ടു. എന്തായാലും തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ നേരെ ചിക്കൻ കറിയിലേക്ക് എടുത്ത് ചേർക്കാൻ പോവുകയാണ് കേട്ടോ. അതാ ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കും. ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് കുറച്ച് കരിയപ്പല, കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതറിയിട്ട് കരഞ്ഞല്ലോ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് വൈദ്യുതി എങ്ങനെയാണ് ചിക്കൻ കറി? കൊള്ളാവോ? ചിക്കൻ കറി കൊള്ളായിരുന്നോ? ചിക്കൻ കറി മുദ്ര ശ്രദ്ധിക്കണം.